എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ്. പാചകത്തിൽ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചഭക്ഷണമാണ്. ആദ്യം അതിനു വേണ്ടി രസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. രസം പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ സ്ഥിരമൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വേറൊരു രീതിയിലാണ്. ഇത് പണ്ട് എനിക്ക് അമ്മ റെസിപ്പി പറഞ്ഞു തന്നതാണ്. 2 സ്പൂൺ മല്ലി, അതായത് മുഴുവനെയുള്ള മല്ലിയാണ്. പിന്നെ 1 സ്പൂൺ കുരുമുളക്, കുറച്ച് ജീരകം, അതായത് ഒരു 2-3 നുള്ളി ജീരകം, പിന്നെ കുറച്ച് ഉലുവ കൂടുതലായിട്ട് ഇടരുത്, ഒരു 4-5 മണി ഉലുവ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. കൂടുതൽ അരച്ചെടുക്കാൻ പാടില്ല. കല്ലിലിട്ട് കുത്തി ചതച്ചെടുത്താലും മതി. അതിനകത്തേക്ക് ഒരു 4-5 വെളുത്തുള്ളി, അതേപോലെ ഒരു 2 ചെറിയുള്ളി ഇട്ടത് അവിടെ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ചെറിയുള്ളിയും കൂടെ ചേർക്കണം. ഇതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കുക. വേറൊരു പാത്രത്തിൽ കുറച്ച് വാളംപുളി കുതിർത്തിയിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് നല്ലൊരു തക്കാളി, കുറച്ച് നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലത്, തക്കാളി എടുത്തിട്ട് അത് മുറിച്ചിടുക. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേണം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ. അതേപോലെ മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം തന്നെ നന്നായിട്ട് അത് യോജിക്കണം ആ പുളിവെള്ളമായിട്ട്. ആ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. അതിനുശേഷം അതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് വയ്ക്കാം. ഈ രസത്തിന് മൊത്തം എടുത്തിട്ടുള്ള വെള്ളം ഇപ്പോൾ കാണിച്ചിരുന്ന ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ്സാണ്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ ആദ്യം നമ്മൾ പുളിവെള്ളത്തിനൊക്കെ എടുത്തു. എല്ലാം കൂടെ ആയിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള എല്ലാ റെസിപ്പിയും തന്നെ പാചകത്തിൽ തുടക്കക്കാർക്കായിട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നതും. വേറൊരു പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായ ഉണക്കമുളകും കൂടെ ഇടാം. പിന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഇടുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നീട് അതിനകത്തേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അത്യാവശ്യം അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. പച്ച മണമൊക്കെ പോയതിന് ശേഷം നേരത്തെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള തക്കാളി പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു നുള്ള് ഉലുവാപ്പൊടിയും 1 നുള്ള് കായപ്പൊടിയും ഇടാം. ഇവിടെ കായപ്പൊടിയല്ല, കായത്തിൻ്റെ കട്ടയാണുള്ളത്. അപ്പോൾ ചെറിയൊരു കഷ്ണം കായാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പും കൂടെ നോക്കാം. ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് അവസാനമാണെങ്കിലും ഇടാം. അതേപോലെ പുളി ഒഴിക്കണം. ഇനിയും പുളി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പുളിവെള്ളം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കുക. തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ തിളച്ച് പൊങ്ങരുത്. ചെറുതായിട്ടൊന്ന് തിള വരുമ്പം തന്നെ അത് ഓഫ് ചെയ്യണം. അതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇടാം. അടുത്ത 2 റെസിപ്പി വഴുതന വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. വഴുതന ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതായത് കുറച്ച് വലുതാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അതല്ല വയലറ്റ് വഴുതനയാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഉണ്ട വഴുതന ഉണ്ടല്ലോ, അതിൽ കുറച്ച് വലിയ സൈസ് നോക്കി എടുത്താൽ മതി. ഈ വഴുതന വെച്ച് ഉണ്ടാക്കാറുണ്ട്. മറ്റേ ആ ഉണ്ട വഴുതന വലുത് വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. ഏത് വഴുതന ആയാലും ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് അത് വേണമെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നാൽ മസാലയൊക്കെ തേക്കുന്ന സമയത്ത് അതിനുള്ളിലൊന്ന് പിടിച്ചു കിട്ടും. ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരഞ്ഞു കൊടുക്കാറുണ്ട്, ചില സമയത്തിട്ട് വരഞ്ഞു കൊടുക്കാറുമില്ല. ഇതിലിപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ വാർത്തെടുത്തതിന് ശേഷമാണ് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ തേക്കാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക്, 2-3 കറിവേപ്പില, 1-2 പച്ചമുളക്, 3-4 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 നുള്ള് പെരിഞ്ചീരകം, ഇതെല്ലാം വേണം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതൊന്ന് തിളപ്പിച്ചിട്ട്, അതായത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി മുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ചേർക്കാതിരുന്നത്. ആദ്യം കുരുമുളകും പെരിഞ്ചീരകവും എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി,
പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കാം. പിന്നെ ഒരു സ്പൂണ്, ചെറിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക. പിന്നെ ഈ മുളക് പൊടി, മുളകും ഒക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അരച്ചെടുക്കാം. മുറിച്ചിട്ട വഴുതിന നന്നായിട്ട് വെള്ളം വാർത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ മസാലയും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില മുറിച്ചിട്ടതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാല തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് അങ്ങനെ പിടിച്ചു കിട്ടും. അപ്പോൾ എത്ര നേരം പറ്റുമോ അത്രയും നേരം വെച്ച് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു വലിയ ഉള്ളി വേണം. വലിയ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടതാണ് വേണ്ടത്. വഴുതിന വറുത്തെടുക്കാൻ വേണ്ട പാത്രം ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട ആ വലിയുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതലായിട്ട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഉള്ളിയിലേക്ക് ആവശ്യമായ അത്ര ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷം അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് മുളക് പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. അതും എരിവനുസരിച്ച് നോക്കിയിട്ട് വേണം ഇടാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒന്നും ഇടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതും കൂടെ ഇട്ട് കൊടുത്താൽ ഇഷ്ടമുള്ളവർക്ക് അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം തോന്നുന്നത് ആദ്യം ഇട്ട മസാലകൾ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഗരം മസാല ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം വറക്കാനുള്ള വഴുതിന അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇതിൻ്റെ കൂടെ ശരിക്കും വേറെ ഒന്നും വേണം തന്നെ ഇല്ല. ഇതിൻ്റെ ആ മസാല, ആ ഉള്ളി എല്ലാം കൂടെ അത് മാത്രമായിട്ട് എടുത്തിട്ട് ചോറുണ്ണുമ്പം തന്നെ നല്ല സ്വാദാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇങ്ങനെ കുറച്ച് നേരം വെച്ച ശേഷം നമുക്കത് പെട്ടെന്ന് തന്നെ മറിച്ചിടാറാവും. മറിച്ചിട്ട് ഒന്നുകൂടെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. അപ്പോൾ വളരെ സ്വാദാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അടുത്തതും വഴുതിന വെച്ചിട്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരു 3 പീസ് വഴുതിന വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതും കുറച്ച് നേരം നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതല്ല പെട്ടെന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം 4-5 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നുള്ളു പുളി, 3-4 കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ആദ്യം മസാല തേച്ച് വെച്ച വഴുതിന ഇട്ടിട്ട് വറുത്തെടുക്കാം. വഴുതിന ഫ്രൈ ആയ ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടല്ലോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. വഴുതിന സമ്മന്തിയും റെഡിയായി. വഴുതിന ഫ്രൈ, വഴുതിന സമ്മന്തി, രസം ഇത് 3ഉം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ കൂടുതലായിട്ട് സാധനങ്ങളൊന്നും തന്നെ ഇതിന് ആവശ്യമില്ല. മുമ്പ് ഇതേപോലെ ലഞ്ച് മെനു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇനി ലഞ്ച് മെനു ഇടാൻ ശ്രമിക്കാം. കുറേ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ. 2025 നവംബർ ഡിസംബറിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ള കുറേ കുക്കിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഓരോന്നായിട്ട് ഇടാൻ ശ്രമിക്കാം. പാചകത്തിൽ തുടക്കക്കാർക്ക് ഇത് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.